വീണ്ടും നെറ്റ്വർക്ക് തടസ്സം. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും തുടരുകയാണ്. ഈ കൃഷി ഇറക്കലിന്റെ ഉത്സവമാണ് വിഷു. വർഷത്തിൽ രണ്ടാണ് വിഷു, വിഷുവും തുലാവിഷുവും. ദിനരാത്രങ്ങൾ സമം വരുന്ന ദിവസങ്ങളാണ് വിഷു ദിവസങ്ങൾ എന്നാണ് പഴയ ഒരു വിഷുവം എന്ന വാക്കിനർത്ഥം തുല്യതയോട് കൂടിയത് എന്നാണ്. തുലാവിഷുവും മേടവിഷുവും ഈ സമദിന രാത്രങ്ങൾ വരുന്ന ദിവസങ്ങളാണ്. സൂര്യന്റെ ഉത്തരായണത്തോടും ദക്ഷിണായനത്തോടും ബന്ധപ്പെട്ടാണ് ഈ സമദിന രാത്രങ്ങൾ നിർണയിക്കുന്നത്. ജ്യോതിശാസ്ത്രം പറയും, മേഷാദൗ പകലേറിയിടും രാവന്ന കുറഞ്ഞു പോവും, തുലാദൗ രാവേറിയിടും പകലെന്ന അത്ര കുറഞ്ഞു പോവും. മേടമാസത്തിന്റെ ആദ്യത്തിൽ പകലേറും രാത്രി കുറയും, തുലാമാസത്തിന്റെ ആദ്യത്തിൽ രാത്രി കൂടും പകൽ കുറയും. എന്നാൽ ഈ വിഷുവ ദിവസം തീയതിയും രാവും പകലും ഒരുപോലെയാവും. ഈ സമദിന രാത്രങ്ങൾ വരുന്ന ദിവസമാണ് വിഷു. ഈ രണ്ട് വിഷു കണക്കാക്കിയിട്ടാണ് രണ്ട് വിളവ് ഉരുപ്പൂനിലങ്ങളിലും രണ്ട് വിളവിറക്കുന്നത്. മേടത്തിൽ കന്നിയിൽ കൊയ്യാം, തുലാത്തിൽ ഇറക്കുന്ന വിത്ത് മകരത്തിൽ കൊയ്യാം. അപ്പൊ ഈ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് വിഷു. അതുകൊണ്ടാണ് വിഷുച്ചാലിടുമ്പോൾ തന്നെ വിഷുപക്ഷി വന്ന് കൈകൊട്ടും എന്ന് പറയുമെന്നാണ്. പക്ഷിയുടെ ശബ്ദം അങ്ങനെയാണ്. അതിനെ നമ്മൾ വിത്തും കൈകൊട്ടും എന്നാക്കി. പണ്ടൊക്കെ മലബാറിൽ ഒരു ചടങ്ങുണ്ടായിരുന്നത്, വിഷുച്ചാലിടുന്ന സമയത്ത് വരമ്പത്തിരുന്ന് പുള്ളുവത്തിയും പാട്ട് പാടും. ഈ വിത്തിന് നാവേറ് പാടുകയാണെന്നാണ് സങ്കല്പം. വിത്തിന് കീടബാധകൾ പുള്ളുവനും പുള്ളുവത്തിയും പാടുന്ന പാട്ട് ഒരു ചികിത്സയാണ്. പഴയൊരു പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുലിക പുലിക ദൈവമേ താൻ നെൽപൊലിക, പുലികണ്ഠൻ തൻ്റേതൊരു വയലകത്ത് ഏറോടെ ഒഴുകുന്നോരെരുതും വാഴ്ക, ഉഴമയല്ലോ ഋഷികളെ നെൽപൊലിക, മൂരുന്ന ചെറുമനുഷ്യർ പലരും വാഴ്ക, മുതിർക്കും മേലാളി താനും വാഴ്ക വാഴ്ക, പുലിക പുലിക ദൈവമേ താൻ. ഈ ഉഴവുകാളയും ഉഴുന്ന കർഷകനും അവന്റെ മേലാണെന്നും നെൽ പൊലിച്ച് ധാരാളം വിളവുണ്ടാക്കി പത്താണെന്നും ഇല്ലവും വല്ലവും പത്തായവും നിറഞ്ഞ് കഷ്ടപ്പാട് നീങ്ങണമെന്നുമുള്ള കർഷകന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മേടവിഷു തീർച്ചയായും കലണ്ടറിലെ 1-ാം തീയതി വർഷാരംഭം എന്ന് മാത്രമല്ല കാർഷിക കലണ്ടറിലെയും വർഷാരംഭമാണ്. അതുകൊണ്ട് വിഷുവാണ് നമ്മുടെ വിളവിറക്കലിന്റെ കാർഷിക സംസ്കാരത്തിന്റെ മുഴുവൻ നാന്തി കുറിക്കലായിട്ട് വർഷം. ഒരുപക്ഷെ വളരെ വളരെ വർഷങ്ങളായി കൃഷി തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ വിശ്വാസം ഉണ്ടാവും. ഗ്രാമാന്തരങ്ങളിൽ അതിന് പല പാഠഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലത്തൊക്കെ നാട്ടിലെ ജ്യോത്സ്യൻ വന്ന് വിഷുഫലം പറയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ദേശത്ത് ഇത്ര പറ വർഷം എന്നാണ്. ഈ വർഷം മഴ പറയാണ് കണക്ക്, ഇത്ര മഴയുണ്ടാകും. അത് കണക്കാക്കിയാണ് ഈ ജ്യോത്സ്യന്റെ കാലാവസ്ഥാ പ്രവചനം കണക്കാക്കിയാണ് വിത്തിറക്കുന്നതും കൃഷി പരിപാലിക്കുന്നതും. അന്ന് പ്രകൃതിയെയും കാലാവസ്ഥയെയും മാത്രം ആശ്രയിച്ച് കർഷകൻ കൃഷി നടത്തിയിരുന്ന കാലമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മാമൻ നിലം ചവിട്ടി നോക്കി നിലം പഴുത്തിട്ടുണ്ട്, ആകാശത്ത് മഴനൂലിറങ്ങിയിട്ടുണ്ട്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പെയ്യും എന്നൊരു കാലവർഷ കണക്ക് പറഞ്ഞിരുന്നു. നാട്ടു നിരീക്ഷണങ്ങളിലൂടെയും നാട്ടറിവുകളിലൂടെയും കർഷകർക്ക് വർഷമുണ്ടാകുമെന്നൊരു കണക്കുണ്ടായിരുന്നു. പിന്നെ കയറ്റുകൊട്ട ദേവിയും ചക്രം ചവിട്ടിയും ഗ്രാമീണ ജലസേചന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഗ്രാമീണ ജലസേചന സംവിധാനങ്ങൾ എന്റെയൊക്കെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ എന്നൊരു ഏർപ്പാടുണ്ട്. ഈ കാളകളെ കെട്ടി കിണറ്റിൽ നിന്ന് തുമ്പിയും കൊട്ടയും ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ വെള്ളം തേവി കണ്ടങ്ങളിലേക്ക് രീതിയായിരുന്നു. ഏത്തത്തേക്ക് എന്ന് പറയുന്ന വേറൊരു രീതി ഉണ്ടായിരുന്നു. കയറ്റുകൊട്ടത്തേക്ക് ഉണ്ടായിരുന്നു, ചക്രം ചവിട്ടിയുള്ള തേക്കുണ്ടായിരുന്നു. ആ കാലത്ത് ചക്രം ചവിട്ടി തേവുന്ന ഒരു കർഷകൻ പാടിയ പാട്ടായിട്ടാണ് ഞാൻ ആദ്യത്തെ
പുഞ്ചപ്പാടം തേകി നനക്കാൻ പാടെന്താണ്, പക്കെ പുഞ്ചിരി കൊണ്ടൊരു കൽബ് നനക്കാൻ സെക്കൻഡാണ്. പുഞ്ചപ്പാടം തേകി നനക്കാൻ പാടെന്താണ്, കൊണ്ടൊരു കൽബ് നനക്കാൻ സെക്കൻഡാണ്. അതിൽ അറബി വാക്കുണ്ട്, പുഞ്ചപ്പാടം എന്ന തനി മലയാള വാക്കുണ്ട്, സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട്. പക്ഷേ ഈ കവിതയിലെ ഒരു കൊണ്ടൊരു കൽബ് നനയ്ക്കലാണ് കർഷകന്റെ സംസ്കാരം. പാടുപെട്ട് പുഞ്ചക്കോളിന് കോൾപ്പടവുകളിൽ ഇരുന്ന് ചക്രം ചവിട്ടി തെവുമ്പോഴും ഈ കർഷകൻ ഒരു പ്രതീക്ഷ കൈവച്ചു പുലർത്തിയിരുന്നു. അത് വരും കാലങ്ങളിൽ നാടിനെ തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷണം അവൻ ഉണ്ടാക്കുകയാണ്. ഈ കൊറോണ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് കൃഷി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആദ്യം പ്രഭാഷണം തുടങ്ങിയപ്പോഴും ഞാൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ സുനിൽകുമാറിനെ വിളിച്ചിരുന്നു. ആ ലേഖനത്തിന്റെ പ്രചോദനത്തിലാണ് അത്യാവശ്യം എഴുത്തുകൊണ്ട് നടക്കുന്ന ആളെന്ന് അഭിമാനിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ഈ കർഷകൻ എവിടെയെങ്കിലും കൃഷി ചെയ്ത് ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. കൊറോണ കാലത്തിന് ശേഷം വരാൻ പോകുന്ന പല പ്രതിസന്ധികളിലൊന്ന് ഈ ഭക്ഷ്യോൽപാദനം കുറയുമെന്നുള്ളതാണ്. പുതിയ വിളവിറക്കേണ്ട സമയമാണ്. ഈ കന്നിക്കൊയ്ത്തിന് വിളവിറക്കേണ്ട സമയമാണ് മേടമാസം. ഈ സമയത്ത് ആളുകൾ ലോക്ക്ഡൌൺ ആയി കിടക്കുകയാണ്. കർഷകന് പാടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നേരത്തെ വിളഞ്ഞ നെല്ല് കൊയ്യാൻ കഴിയാത്ത പ്രശ്നം പുഞ്ച നിലങ്ങളിലുണ്ട്. അതൊരു സാംസ്കാരിക പ്രശ്നമാണ്. അന്നമാണ് പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രശ്നം. ഏതെങ്കിലും പാടങ്ങളിൽ ഏതെങ്കിലും അതെ കമ്പ്യൂട്ടർ ചിപ്പ് തിന്നോ ഹാർഡ് ഡിസ്ക് തിന്നോ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. ഓൺലൈനിൽ ആകാശത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ സംവിധാനമില്ല. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമുക്ക് കർഷകർ ജോലി ചെയ്യണം, വിളവ് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ കൊറോണ കാലത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക ചിന്ത കൃഷിയെക്കുറിച്ച് തന്നെ ആയിരിക്കണം. നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു, കൃഷിമന്ത്രി പറഞ്ഞു, സംസ്കാരവുമായി ബന്ധപ്പെട്ട കൃഷി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നമ്മുടെ കൃഷി പുനരാരംഭിക്കേണ്ടത്. അതിർത്തികൾ അടയ്ക്കപ്പെടുകയും പുറത്തുനിന്ന് ഭക്ഷണ സാമഗ്രികൾ വരാനുള്ള തടസ്സമുണ്ടാവുകയും ചിലപ്പോൾ മറ്റു പലതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാലും സ്വയം പര്യാപ്തമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൃഷി ചെയ്ത് സ്വന്തം വിളവ് കൊണ്ട് സ്വന്തം വിഭവം കൊണ്ട് ജീവിക്കാനുള്ള സ്വയം പര്യാപ്തത ഗാന്ധിജി എത്രയോ തവണ ഇത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ പണ്ടൊരു വലിയ സംസാരിച്ചുകൊണ്ടിരിക്കെ മുഖം ചൂടാവും. അപ്പോൾ മുഖം കഴുകാനായി കുറച്ച് വെള്ളം കൂജയിൽ വെച്ചിരിക്കും. ഗൗരവമുള്ള ചർച്ചയായി ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകി വെള്ളം തീർന്നുപോയി. അപ്പോൾ മഹാത്മജി പറഞ്ഞു, എന്റെ കൂജയിലെ വെള്ളം തീർന്നുപോയി, ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. പണ്ഡിറ്റ്ജി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗംഗയിലൂടെ എത്രയോ വെള്ളം ഒഴുകുന്നുണ്ട്, ഇന്ന് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിനന്ന് മഹാത്മജി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഗംഗയിൽ മാത്രമല്ല ഇന്ത്യയിലെ ജലാശയങ്ങളിൽ മുഴുവൻ വെള്ളമുണ്ട്. പക്ഷേ 30 കോടി ഇന്ത്യൻ ജനതയ്ക്ക് പങ്കുവച്ചാൽ ഇന്ന് എനിക്ക് ഒരു കൂജ വെള്ളത്തിനുള്ള അവകാശം പോലും ഇല്ല. മഹാത്മജി പറഞ്ഞത് ഒരു തമാശയല്ല. അന്നത്തെ സാഹചര്യത്തിൽ പോലും 30 കോടി ജനങ്ങൾക്ക് പങ്കുവച്ചാൽ മഹാത്മജിക്കില്ല എന്ന് പറഞ്ഞത് ഒരു പൗരബോധത്തിന്റെ പ്രശ്നമാണ്. 130 കോടിയോളം ജനസംഖ്യ വെള്ളം ഉപയോഗിക്കുന്നതിൽ, ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ, വേണ്ട നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ എത്രമേൽ കാണിക്കുന്നു എന്നുള്ളത് ഈ കൊറോണ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താക്കീതാണ്. സത്യത്തിൽ ഇന്ന് നാം ഭക്ഷണത്തിന്റെ അളവ് വരെ കുറയ്ക്കാൻ ചുമതലപ്പെട്ടവനായിരിക്കുന്നു. ഇതൊക്കെ സാംസ്കാരികമായ ചിന്തയുടെ ഭാഗമാണ്, വിഷുവിന്റെ ചിന്തയുടെയും ഭാഗമാണ്. വിഷു വിളവിറക്കിന്റെ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു വിളവ് ഉൽപ്പാദിപ്പിക്കലിന്റെയും കാർഷിക സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ്. സാധാരണ കണി കാണുന്നത് കണിവെള്ളരിയും മാങ്ങയും ചക്കയും തേങ്ങയും നവധാന്യങ്ങളും പിന്നെ കോടിമുണ്ടും പൂവും. ഈ കാർഷിക സമ്പൽ സമൃദ്ധിയുടെ കിനാവുകളാണ് ധാരാളം ചക്കയും. അതുപോലെ തന്നെ അതിനുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് അതാണ് കണി കാണുന്നത്. അന്ന് ആ കണി കാർഷിക സമൃദ്ധിയുടെ കണിയായിരുന്നു. കൊന്നപ്പൂവിനെ കുറിച്ചൊരു വലിയ കാവ്യസങ്കല്പം വിഷുവിന്റെ സങ്കല്പത്തിലുണ്ട്. മീനമാസം, മീനം സൂര്യന്റെ പ്രളയരാശിയാണെന്ന് പറയും. സൂര്യൻ കത്തിജ്വലിച്ച് പ്രളയം പോലെ തീ വെയിൽ ചൊരിയുന്ന മാസമാണ്.
മീനപ്രളയം കഴിഞ്ഞ് സംക്രമവും കഴിഞ്ഞ് വിഷു 1-ാം തീയതി ഉദിക്കുന്ന ആദ്യത്തെ സൂര്യരശ്മി ചെന്ന് തട്ടുന്ന സ്ഥലം സ്വർണമായി തീരും എന്നൊരു സങ്കല്പം ആ കാലത്ത് കർഷക ജനസാമാന്യത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ വിഷു 1-ാം തീയതി ഉദിക്കുന്ന ആദ്യത്തെ സൂര്യരശ്മി ചെന്ന് തട്ടിയത് കൊണ്ടാണ് അത്രേ കൊന്നപ്പൂ സ്വർണ്ണവർണ്ണം അണിഞ്ഞത്. നോക്കൂ, എന്തൊരു മനോഹരമായ സങ്കല്പമാണ്. ഈ സൂര്യായനത്തെക്കുറിച്ച് സൂര്യോത്സവത്തിന്റെ ഭാഗമായി സൂര്യനാണ് വിളവിന് ഊർജം തരുന്നത്, മഴയാണ് വിളവിന് സംരക്ഷണം നൽകുന്നത്. അതുകൊണ്ട് സൂര്യനും മഴയും കർഷകന് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കർഷകന്റെ അന്നത്തെ ഉപാസനാമൂർത്തികൾ മഴയും വരുണനും ഈ സൂര്യനും ഒക്കെയാണ്. ദൈവം മഴയായും വെയിലായും ഒക്കെയാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണ കണിക്കൊന്ന കൃത്യമായി മീനമാസത്തിൽ പൂക്കാൻ തുടങ്ങും. എന്റെ വീട്ടുമുറ്റത്ത് ഞാൻ നട്ട കണിക്കൊന്ന ഭ്രാന്തെടുത്തതുപോലെ പൂത്തു. ഇന്ന് ധാരാളം ആളുകൾ വന്ന് കൊന്നപ്പ് പറിച്ചുകൊണ്ടുപോയി. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ എന്ന് ഡോക്ടർ അയ്യപ്പപ്പണിക്കർ സാർ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. പോലും ഈ കാർഷിക വിഷുവിന്റെ കാലത്ത് പൂക്കാതിരിക്കാൻ കഴിയില്ല. വൈലോപ്പിള്ളി മാഷ് എത്രയോ തവണ നമ്മെ ഓർമ്മിപ്പിച്ചു, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഈ കൊന്നപ്പൂവ് കാർഷിക സമൃദ്ധിയുടെ പൊൻകണിയാണ്. പൊന്നുപോലെ എല്ലാരും പാടത്ത് സ്വപ്നം വിതച്ചു, എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു, ഏനന്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. പണ്ട് വയലാർ എല്ലാരും പാടത്ത് സ്വപ്നം വിതച്ചു, ആ പാട്ട് ഓർമ്മിപ്പിക്കുന്നത് ഈ സ്വപ്നം വിതച്ചാലും സ്വർണം വിതച്ചാലും പൊന്നു വിളയുന്ന വാഗ്ദത്ത ഭൂമികളിൽ കൃഷി ചെയ്യുന്ന കർഷകന്റെ സംസ്കാരത്തെ കുറിച്ചാണ്. അന്ന് വിഷുക്കണി കൊടുത്ത് ഒരു കൈനീട്ടം തരും. പണ്ടൊക്കെ സ്വർണ്ണ നാണയം കൊടുത്തിരുന്നു എന്നാണ് പറയുക. ഈ കൈനീട്ടവും ഐശ്വര്യത്തിന്റെ ഓർമ്മയാണ്. വിഷു ആ അർത്ഥത്തിൽ തീർച്ചയായും കാർഷിക ജീവിതത്തിന്റെ, കർഷകന്റെ കാലപ്രമാണത്തിന്റെ ഒരു സൂര്യോത്സവവും ഒരു ഐശ്വര്യ തുടങ്ങുകയായിരുന്നു. നമ്മൾ ഗവൺമെന്റ് കുറെ കൂടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാർഷിക ജീവിതമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. കൃഷിയിൽ നിന്നുണ്ടായ കൾച്ചറാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരയായിട്ട് വർത്തിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന് മുമ്പ് ഗ്രാമാന്തരങ്ങളിൽ നൂറ്റാണ്ടുകളായി ഈ വിഷുവിന്റെ സങ്കല്പവുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഭാസ്കര മാഷ് പണ്ട് എഴുതിയിട്ടുണ്ട്, പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും ഓ കനകനിലാവേ. കണിവെള്ളരികൾ കാഴ്ചവെക്കുന്ന കനകനിലാവുകൾ നമുക്ക് കാർഷിക സമ്പൽ സമൃദ്ധിയുടെ സ്വപ്നമാണ്. ഇന്ന് എനിക്ക് പണിക്കർ സാർ ഒരു മെസ്സേജ് അയച്ചിരുന്നു. നിളയെക്കുറിച്ച് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളല്ലേ, ഈ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും നിളയെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. പണിക്കർ സാറിനോട് തീർച്ചയായും ഞാൻ വളരെ കടപ്പാടോടുകൂടി പറയുകയാണ്, നിളയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ വിഷുവും കർഷക വിഷുവും, ഞാൻ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, മഹാത്മജി ഒരു കൂജ വെള്ളത്തിന് പോലും എനിക്ക് അവകാശമില്ല എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് വെള്ളം ഒരു വലിയ പ്രശ്നമാണ്. പാലക്കാട്ടെ ജല മറക്കാറായിട്ടില്ല. അവിടെ 15, 20 ഒരു കോടി ലിറ്റർ വെള്ളം വാങ്ങിക്കുടിക്കാൻ പറ്റാത്ത ആദിവാസികളാണ് മൈലമ്മയുടെ നേതൃത്വത്തിൽ സമരം ചെയ്തത്. ഞാൻ അടുത്ത കാലത്തും പ്ലാച്ചിമടയിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൽ പോയിരുന്നു. അവിടെ മീനാക്ഷിപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഭൂഗർഭ ജലവിധാനം മുഴുവൻ ഊറ്റിക്കൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു. ജലവിഭവ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഒരു മുഖമാണ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ അവിടെ വെള്ളമില്ല, അടിവെള്ളമില്ല. വേനലായില്ലെങ്കിൽ പോലും വെള്ളം കിട്ടാതെയാണ് ആളുകൾ കൊണ്ട് കൊടുക്കുകയാണ് പഞ്ചായത്തുകാർ. നിളാതീരത്ത് പലയിടത്തും പ്രശ്നം അതാണ്. കുഴിച്ചാൽ പോലും ഭൂഗർഭ ജലവിധാനം താഴേക്ക് പോവുകയാണ്. ആദ്യത്തെ നിളാ സംരക്ഷണ സമിതി, ഭാരതപ്പുഴ സംരക്ഷണ സമിതി യോഗം ഷൊർണൂരിൽ നടന്നപ്പോൾ അനങ്ങനടിയിലെ ഗ്രാമീണ കർഷകനായിരുന്ന മാണിക്യൻ നായർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, കൂട്ടരെ ഈ പുഴ നിങ്ങൾ ഈ മണലൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ വാരിക്കൊണ്ടുപോയാൽ പുഴയ്ക്കടിയിലെ പുഴകളൊക്കെ മരിച്ചു പോകും, പുഴയ്ക്കടിയിലെ പുഴകൾ ഇല്ലാതാകും. ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. പുഴയ്ക്കടിയിലെ പുഴകൾ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. പിന്നീടാണ് മനസ്സിലാകുന്നത്
ഈ ഒഴുകുന്ന നദിയുടെ അടിയിലെ മണൽത്തിട്ടിൽ ഭാരതപ്പുഴയിൽ 10 തൊട്ട് 20 അടി വരെ വെൺമണൽത്തിട്ടല്ല, സ്വർണ്ണ മണൽത്തിട്ട്. കുഞ്ഞിരാമൻ നായർ പറഞ്ഞ പോയ രാത്രിയിലെ നിലാവ് വറ്റി തീർന്നതുപോലെ സ്വർണ്ണ വർണ്ണമണിഞ്ഞു കിടക്കുന്ന ആ മണൽത്തിട്ടിൽ 10ഉം 20ഉം പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയേക്കാൾ കൂടുതൽ വെള്ളം സംരക്ഷിക്കപ്പെട്ടിരുന്നു. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജലസംഭരണ ശേഷിയുള്ള സ്പോഞ്ചാണ് മണൽ. ഈ മണലിന്റെ കളുടെ ഇടയിൽ ഉള്ള അനന്തമായ സ്ഥലത്ത് എത്രയോ വെള്ളം സംഭരിക്കപ്പെടുന്നുണ്ട്. ഒഴുകിപ്പോകുന്ന വെള്ളമല്ല, ഒഴുകുന്ന പുഴയുടെ അടിയിലാണ് ഈ പുഴകളൊക്കെ ഉള്ളത്. അത് സംഭരിക്കപ്പെട്ട വെള്ളമാണ്. അനങ്ങനടിയിലെ കർഷകൻ പറഞ്ഞ ആ പുഴയ്ക്കടിയിലെ പുഴ ഒഴുകുന്ന ഒഴുകാത്ത പുഴകളാണ്. ഈ മണൽത്തിട്ടാണ് നമ്മൾ മാന്തിക്കൊണ്ടുപോയത്. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട ഈ അത്ഭുതകരമായ സ്പോഞ്ച് സംരക്ഷിച്ചു വെച്ച വെള്ളം കൊണ്ടാണ് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടിയിരുന്നത്. തണ്ണീർത്തടങ്ങളിൽ, വയൽപ്പരപ്പുകളിൽ, കിണറുകളിൽ, കുളങ്ങളിൽ എല്ലാം ധാരാളം വെള്ളം ഉണ്ടായിരുന്നത്. ഭൂഗർഭ ജലവിധാനം ഉയർന്നു തന്നെ നിന്നിരുന്നത് മണൽത്തിട്ടിലും വെള്ളമുള്ള കാലത്താണ്. ജലം നിരപ്പ് പാലിക്കുമെന്നൊരു ശാസ്ത്രീയ തത്വമുണ്ട്. ഒരു ഭാഗത്ത് ജലം ഉയർന്നു നിന്നാൽ മറ്റു ഭാഗത്തും ജലത്തിന് ഉയർന്നു നിൽക്കാനുള്ള ഒരു വാസന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക പ്രേരണ ഉണ്ടാവും. എന്നാൽ നമ്മൾ കുഴൽക്കിണറുകൾ കുഴിച്ച് എത്ര ആഴത്തിൽ കുഴിച്ചാലും വെള്ളം കിട്ടാത്ത വിധത്തിൽ ഭൂഗർഭ ജലവിധാനത്തെ താഴ്ത്തിയിരിക്കുന്നു. നമ്മൾ കൊല്ലങ്ങൾ കൊണ്ട്, എന്റെ നേരിട്ടുള്ള അനുഭവമാണ്, ഭാരതപ്പുഴ മണൽ ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഞങ്ങൾ ഭാരതപ്പുഴ സംരക്ഷണ സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ പുഴയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ മാത്രമായിരുന്നില്ല. അന്ന് ഞങ്ങൾക്ക് പ്രചോദനമായത് KV സുരേന്ദ്രനാഥ് എന്ന ആശാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രകൃതി സ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സുരേന്ദ്രനാഥ് ആശാന്റെ ഉത്സാഹത്തിലാണ് EP ഗോപാലിനെ പോലെ വള്ളുവനാടിന്റെ കരുത്തനായ സേനാനായകനായിരുന്ന, ഒരുപക്ഷെ കാർഷിക വിപ്ലവത്തിന് തുടക്കം വിജ്ഞാന കേന്ദ്രമൊക്കെ കൊണ്ടുവരാൻ പട്ടാമ്പി MLA ആയിരുന്ന കാലത്ത് പ്രവർത്തിച്ച ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പഥികനായിരുന്ന EP ഗോപാലൻ, ആ കാലത്തെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഇന്ത്യനൂർ ഗോപി, ആ കാലത്തുണ്ടാണ് ഭാരതപ്പുഴ സംരക്ഷണ സമിതി തുടങ്ങിയത്. ഞാനൊക്കെ അതിന്റെ പ്രവർത്തകനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ പുഴയെ സംരക്ഷിക്കാൻ പറ്റിയില്ല. പുഴയെ ചെയ്ത ഭഗീരഥന്റെ കഥ ഭാരതത്തിൽ ഒരു പഴയ മിത്താണ്. പക്ഷെ ഞാൻ കണ്ടത് ഒരു പുഴയെ കൊല്ലാൻ ചെയ്യുന്ന പുതിയ ഭഗീരഥന്മാരെയാണ്. മാന്തിക്കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പോൾ പ്രളയം കഴിഞ്ഞ് കുറെ മണൽ വന്നു. കഴിഞ്ഞ 2 പ്രളയങ്ങൾ കൊണ്ട് ഭാരതപ്പുഴയിൽ കുറെ മണൽ. അപ്പോൾ കേട്ടൊരു വർത്തമാനം, ഇപ്പൊ കുറച്ച് മണൽ വന്നിട്ടുണ്ട്, അത് രാത്രി വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഒരു വർത്തമാനം കേട്ടു, പോലീസൊക്കെ കാവൽ മണലിന്മേൽ നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ മൊബൈൽ ഫോണുകളുമായി ആളുകളെ നിർത്തി രാവും പകലുമില്ലാതെ മണൽ കൊള്ള തുടങ്ങി. അപ്പൊ മണൽ ആവശ്യമാണ്. പക്ഷെ മണൽ കിട്ടാതായപ്പോൾ നമ്മൾ വേറെ സംവിധാനങ്ങൾ കണ്ടല്ലോ. ഇത് നേരത്തെ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഭാരതപ്പുഴ വൃഷ്ടിപ്രദേശം നമ്മൾ വെട്ടി നശിപ്പിച്ചു. കർഷകർ വെള്ളവും കൊണ്ടുവന്നിരുന്ന ഈ ജലവിതരണ ശൃംഖലയെ നിലനിർത്തിയിരുന്നത് നായർ റിസർവിലും സൈലന്റ് വാലിയിലും അട്ടപ്പാടിയിലും കുറച്ചൊക്കെ ധോണിയിലും അകമല കാടുകളാണ്. അതിൽ ധോണിയിൽ കുറച്ച് വനം ഇപ്പോഴും ഉണ്ട്, ചേനോത്ത് നായർ റിസർവിലുണ്ട്. അട്ടപ്പാടി മലനിരകൾ മുഴുവൻ വെട്ടി വെളുപ്പിക്കപ്പെട്ടു. സൈലന്റ് വാലിക്ക് വേണ്ടി വലിയ സമരം നടന്നതിന്റെ ഭാഗമായി ബാക്കി നിൽക്കുന്നുണ്ട്. ആ മഴക്കാടുകളാണ് കുന്തിപ്പുഴ, തൂതപ്പുഴ എന്നപ്പെട്ട ഭാരതപ്പുഴയുടെ പോഷക നദിക്ക് വെള്ളം തരുന്നത്. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത് കർഷകന്റെ ഗ്രാമീണ ജീവിതം, കുടിവെള്ളം മുട്ടിപ്പോകാതിരിക്കാനുള്ള അവന്റെ ഏക ആശ്രയം ഭാരതപ്പുഴയായിരുന്നു. ഈ പ്രദേശത്ത് 44 നദികൾ കേരളത്തിലുണ്ട്. ഓരോ നദീതടങ്ങളിലും ആളുകൾ കൃഷി ചെയ്തിരുന്നത് ഈ നദി തരുന്ന വെള്ളം കൊണ്ടാണ്. നമുക്ക് 25-30 ഉറുപ്പിക കൊടുത്ത് വെള്ളം വാങ്ങി നദി കൃഷി നനച്ചു വളർത്താൻ കഴിയില്ല. ഈ കായൽപ്പരപ്പുകളും ഈ പറയുന്ന വയൽപ്പരപ്പുകളും നമ്മുടെ ശുദ്ധജല തടാകങ്ങളും കിണറുകളും തോടുകളും ധാരാളമായിട്ടുണ്ടായിരുന്ന കാലത്താണ് കൃഷി നിർബാധം നടത്താൻ. ജീവിതം ഇല്ലാതായാൽ വിഷു ഇല്ലാതെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നദിയെ നമ്മൾ കൊല്ലുകയാണ് ചെയ്തത്. മണൽ വാരിക്കൊണ്ടുപോയി വൃഷ്ടിപ്രദേശങ്ങളിലെ വനങ്ങൾ വെട്ടി നശിപ്പിച്ചു. അതിനേക്കാൾ കൊടിയ പാപം ചെയ്തത്
നദിയുടെ തുടക്കത്തിൽ തന്നെ അണക്കെട്ടുകൾ കെട്ടി. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഭാരതപ്പുഴയെക്കുറിച്ച് കുറച്ച് കൂടുതൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വിഷയം. ഞാനൊരു കാലങ്ങൾ എൻ്റെ പുസ്തകം, ആദ്യത്തെ പുസ്തകം നിളയുടെ തീരങ്ങളിലൂടെയാണ്. വൈകാരികമായിട്ടത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നദീമുഖത്ത് അണ കെട്ടുന്നവർ ശിശുഹത്യാ പാപം ചെയ്യുന്നു എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ തുടക്കത്തിൽ എത്ര അണക്കെട്ടുകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാം. ഞാൻ ഭാരതപ്പുഴ തുടങ്ങുന്ന ത്രിമൂർത്തി മലയിൽ 2-3 തവണ പോയിട്ടുണ്ട്. ത്രിമൂർത്തി മലയിൽ തമിഴ്നാടിന്റെ ഒരു അമരാവതി ഡാം എന്നാണ്, ത്രിമൂർത്തി ഡാം എന്നും പറയും. ആദ്യത്തെ പോഷക നദി ഈ ത്രിമൂർത്തി മലയിൽ അത്രി മഹർഷി തപസ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഒരു ശൃംഗത്തിൽ നിന്ന്, ആനമല ശൃംഗത്തിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. പുറപ്പെട്ടു പോന്ന് ആ ത്രിമൂർത്തി ക്ഷേത്രങ്ങളെ വലം വെച്ച് പോരുന്നിടത്ത് തന്നെ ഈ പുഴയെ ത്രിമൂർത്തി ഡാം തടഞ്ഞു വെച്ചിരിക്കുക. ജലസംഭരണി അവിടെ ഉണ്ട്. ഒരു നീണ്ടു കിടക്കുന്ന തടാകം പോലെ തോന്നും. ആ ജലസംഭരണി കടന്ന് രക്ഷപ്പെട്ട പുഴയാണ് പിന്നീട് താഴേക്ക് വരുന്നത്. അതാണ് ചിറ്റൂർ പുഴയായും ശോകനാശിനി പുഴയായിട്ടും പാലക്കാടൻ തീരങ്ങളെ തഴുകി വരുന്നത്. അപ്പുറത്തു കൂടി മുക്കയിലൂടെ ഒഴുകി വരുന്ന കോരപ്പുഴ ഒക്കെ കൂടി ചേർന്നുണ്ടാകുന്ന കൽപ്പാത്തിപ്പുഴ, അതും വരണ്ടുപോയി. കൽപ്പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നില്ല. ഒരു വശത്ത് ചുറ്റി വരുന്ന കൊല്ലം ഗായത്രിപ്പുഴ, മറ്റൊരു വശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുന്തിപ്പുഴ. ഈ 4 പോഷക നദികളിലെ ജലവും കൊണ്ടാണ് ഭാരതപ്പുഴ അനേകം മനുഷ്യരായ കർഷകർക്ക് മുഴുവൻ സമൃദ്ധമായി വെള്ളം കൊടുത്തുകൊണ്ട് ജലവിതരണ ജലസംക്രമണ വ്യവസ്ഥ പോലെ ഞരമ്പുകളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോയത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇന്ന് പുഴ പോയി കാണണം. ഈ മണലൊക്കെ നീങ്ങിയ ചെളിമണ്ണ് വെളിവായ സ്ഥലങ്ങളിൽ എരകപ്പുൽക്കാടുകൾ പോലെ യാദവം മുടിച്ചു പോകാൻ വേണ്ടി എരകപ്പുൽക്കാടുകൾ പോലെ കാടുകൾ ഉണ്ടായിരിക്കുക. ഭാരതപ്പുഴ ഇന്ന് വറ്റി വരളുക മാത്രമല്ല, ഒരു കാടായി മാറിയിരിക്കുന്നു. വർഷക്കാലത്ത് പോലും ആ നദിക്ക് ഒഴുകാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും പുഴ പണ്ട് ഒഴുകിപ്പോയിരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. 2 പ്രളയകാലത്ത് കുറേശ്ശെ കയറി വന്നു. അപ്പോഴേക്കും മനുഷ്യർ ഭയപ്പെട്ടു. ഈ നദിയുടെ സ്വാഭാവികമായ ഗതി തകർത്തു കളഞ്ഞു. അതിന്റെ തീരത്തെ സമ്പൽ സമൃദ്ധമായ കാർഷിക സംസ്കാരം, കേരളത്തിന്റെ കാർഷിക സംസ്കാരം, ആ സംസ്കാരം നിന്നാണ് വള്ളുവനാട്ടിലൂടെയും പാലക്കാടിലൂടെയും വെള്ളുവനാട്ടിലൂടെയും വെങ്ങനാട്ടിലൂടെയും ഭാഗത്തിലൂടെയും ഇങ്ങനെ പൊന്നാനി പരന്ന ഭാരതപ്പുഴയാണ് നമുക്ക് സംസ്കാരം തന്നത്. അന്നവും വെള്ളവും ഈ തീരത്താണ് കലകളുടെ കേദാരമുണ്ടായത്. കേദാരമായിടത്ത് തന്നെയാണ് കേരളീയ കലകളുടെ പ്രാചീന കല, കേരളീയ കലകളുടെ ഒക്കെ ഗംഗോത്രിയായ പ്രാചീന കല കൂടിയാട്ടം ഈ നദീതീരത്താണ് ഉണ്ടായത്. കിള്ളിക്കുരിശ് മംഗലം എന്ന നീളാതീരത്തുണ്ട്. അവിടെയാണ് പിന്നീട് ചാക്യാന്മാരുണ്ടായത്. അവിടെ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുണ്ടായത്. അങ്ങനെ നോക്കിയാൽ ഈ കിള്ളിക്കുരിശ് മംഗലം കലകളുടെ കേദാരമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ചുട്ടികുത്താൻ കിടക്കുന്ന വടുവനാടിന്റെ ചെറുതുരുത്തി തീരത്ത് കേരളീയ കലകളുടെ മുഴുവൻ ഒരു വലിയ സ്മാരകം പോലെ കേരള കലാമണ്ഡലം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ തൃത്താല, തായമ്പകയുടെ അത്യുജ്വല കേദാരമായിരുന്ന തൃത്താല, പാലക്കാടൻ ചിട്ട, തൃത്താലച്ചിട്ട, ഇങ്ങനെ നോക്കിയാൽ പഞ്ചവാദ്യം മോദമോടെ ശങ്കിച്ചിടാത്ത കാരണത്താൽ വെങ്കിച്ചനെന്ന് പുകൾ പൊങ്ങിയ വിപ്രനോടിന്ന് അംഗത്തിനായി ഒരുവനില്ലിഹ മദ്ദളത്തിൽ വെങ്കിച്ചൻ സ്വാമി. ഇന്ന് കാണുന്ന പഞ്ചവാദ്യം പരിഷ്കരിച്ച വെങ്കിച്ചൻ സ്വാമി, ചിട്ടൻപട്ടം, പിന്നീട് ഇങ്ങനെ വന്നാൽ കഥകളിയുടെ കേദാരം, കല്ലുവഴിച്ചിട്ട നിന്നിടത്ത് നിന്ന് ആടി അരങ്ങ് നിറഞ്ഞ് ആടിത്തിമിർത്ത കഥകളിയിലെ കല്ലുവഴിച്ചിട്ട, കാവുങ്കൽ പാരമ്പര്യം, ഇതൊക്കെ നിളാതി ശക്തിപ്പെട്ടു വന്നത്. ഈ 2 കല്ലടിക്കോടൻ കപ്ലിങ്ങാടൻ ശൈലികൾ, കല്ലുവഴിച്ചിട്ട, ഒരു കാലത്ത് ഉണ്ടായ വെങ്കടകൃഷ്ണ ഭാഗവതർ, നടനുണ്ണി, കവളപ്പാറ നാരായണൻ നായർ, ആശാരിക്കോപ്പൻ രാമുണ്ണിമേനോൻ, കാലത്തുണ്ടായിരുന്ന നീലകണ്ഠൻ നമ്പീശനാശാൻ, ഉണ്ണികൃഷ്ണക്കുറുപ്പാശാൻ പോലുള്ള കഥകളിയിലെ ഉജ്ജ്വല നക്ഷത്രങ്ങൾ, വാഴങ്കട കുഞ്ഞുനാരാശാനും വെള്ളിനാടുനാരാശാൻ, ഇങ്ങനെ നോക്കിയാൽ ഈ കല്ലുവഴിയുടെയും കപ്ലിങ്ങാടന്റെയും ഒക്കെ ചിട്ടകളിലൂടെ ഈ പറയുന്ന പാരമ്പര്യം തഴച്ചു വളർന്നു. കൂത്ത്, കൂടിയാട്ടം, മോഹിനിയാട്ടം, ചോമായിൽ മാധവിയമ്മ, മംഗളി കൊച്ചുകുട്ടിയമ്മ, ആദ്യകാലത്ത് മോഹിനിയാട്ടമാരാണ്. കളമൊഴി കൃഷ്ണമേനോൻ എന്ന നർത്തകനാശാന്റെ ശിഷ്യരായിട്ട് വന്നേ. ഇങ്ങനെ വന്നാൽ കേരളീയ കലകൾ, മാപ്പിളപ്പാട്ടും കോൽക്കളിപ്പാട്ടും കളമെഴുത്തും, എത്രയെത്രയോ കലകൾ കേരളത്തിന്റെ
ഒരു വലിയ സമ്പന്നമായ കലാപൈതൃകം ഉണ്ടായി. നക്ഷത്ര കളമെടുത്തുള്ള രാത്രികളിൽ നിലാതീരത്ത് എത്രയോ കളങ്ങൾ, അത് നാഗക്കളമുണ്ട്, അത് പുള്ളുവക്കളമാണ്, അതോടൊപ്പം കളമുണ്ട്, ചോപ്പന്മാരുടെ കളമുണ്ട്, നിലത്തെഴുത്തായും മുഖത്തെഴുത്തായും. ഒരുപക്ഷെ തെയ്യങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് വരുമ്പോൾ അത് തിറകളുടെ സംസ്കാരമാണ്, മൂക്കഞ്ചാത്തന്റെ സംസ്കാരമാണ്, പൂതത്തിന്റെ സംസ്കാരമാണ്, ഇടശ്ശേരിയുടെ പൂതം. അതുപോലെ ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ ജനിച്ച തുഞ്ചന്റെ ഗുരുകുലം ഇവിടെയാണ്. ആറും നാലും ആടിയ ചക്കും കാഞ്ഞിരക്കയ്പിനെ കവിതയാക്കിയ പൈങ്കിളിയും. ഒരുപക്ഷെ മലയാളികളുടെ തലമുറകളുടെ നാവിൻ തുമ്പത്ത് ഹരിശ്രീ കുറിച്ച മഹാപൈതൃകം ഉണ്ടായ തുഞ്ചന്റെ ഗുരുകുലം ഈ അഴിമുഖ തീരത്താണ്. തുഞ്ചൻ സമാധി അടഞ്ഞത് ചിറ്റൂരിലെ ശോകനാശിനി തീരത്താണ്. കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ് ഉണ്ടായത്. പൂന്താനം ഈ നിലാതീരത്താണ് ഉണ്ടായത്. ഇങ്ങോട്ട് ഇതിന്റെ പരിസരത്താണ് ഉണ്ടായത്. ആധുനിക കേരളീയ സംസ്കാരത്തിൽ വള്ളത്തോൾ നാരായണമേനോനെ പോലെ ഒരു ദേശീയ മഹാകവി ഉണ്ടായി. വള്ളത്തോൾ നായർ, കിട്ടുണ്ണി നായർ, ആ കാലത്ത് തന്നെ നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണിയമ്മ തൊട്ട് കമലാസുരയ്യ വരെയുള്ള ഒരു വലിയ തലമുറ അവിടെ ഉണ്ടായി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഉറൂബ്, കടമനാട് കുട്ടിക്കൃഷ്ണൻ, എം ഗോവിന്ദൻ, അക്കിത്തം, സി രാധാകൃഷ്ണൻ, എത്ര എഴുത്തുകാരാണ്. ഇങ്ങനെ വളർന്നു പടർന്നു കിടക്കില്ലേ. രാജലക്ഷ്മി, എം സുകുമാരൻ, ഒ വി വിജയൻ, കെ പി കേശവമേനോൻ, അങ്ങനെ എഴുത്തുകാരുടെ നേരെ എടുത്താൽ തീരുന്നില്ല. അത്ര വലിയ എഴുത്തുകാരുടെ പരമ്പരകളുണ്ടായി. കുഞ്ഞിരാമൻ നായർ ഈ നദീതീരത്താണ്, ഈ കാർഷിക സംസ്കൃതിയുടെ തീരത്താണ്. ഈ നാഗവള്ളിക്കാവിലുണ്ട്, കർഷക വാടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാർഷിക കവിതയെ തേടി നടന്നത് ഈ തീരത്താണ്. ഇവിടെയാണ് ഏറ്റവും പ്രശസ്തരായ ചിത്രകാരന്മാർ KCS പണിക്കരും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും അക്കിത്തം നാരായണനും, അക്കിത്തം ഷർഗിളിന് ശേഷം ഇന്ത്യ ചിത്രകാരന്മാരുടെ വലിയ പാരമ്പര്യം, ശില്പികളുടെ വലിയ പാരമ്പര്യം, നർത്തകരുടെ വലിയ പാരമ്പര്യം, പാട്ടുകാർ. ഏറ്റവും പ്രശസ്തനായ ഭാഗവതരുടെ കോട്ടായ ഗ്രാമം തൊട്ട് നോക്കിയാൽ പാലക്കാട് രാമഭാഗവതർ, കൽപ്പാത്തി രാമനാഥ ഭാഗവതർ, വെങ്കിച്ചന്റെ പാരമ്പര്യം, പാലക്കാട് മണിയയ്യർ, MD രാമനാഥൻ ഗ്രാമത്തിൽ നിന്നാണ് ലോകോത്തര ഗായകനായ MD രാമനാഥൻ, KV നാരായണൻ, അങ്ങനെ കർണാടക സംഗീതജ്ഞർ, സാക്ഷാൽ ഞരടത്ത് രാമപുതുവാളെ സോപാന സംഗീതജ്ഞർ. ഞാൻ പറഞ്ഞു വന്നത് നിളാനദി ഒരു സംസ്കാരമായിരുന്നു. ഒരു കാല സംസ്കൃതിയിൽ നിന്നാണ് നിള ഉരുവം കൊണ്ട് അനവധി ഗ്രാമങ്ങളെ നനച്ച് മനുഷ്യർക്ക് മാത്രമല്ല മിണ്ടാപ്രാണികൾക്ക് ജലം കൊടുത്ത്, ജലം മാത്രമല്ല സംസ്കാരം കൊടുത്ത് വളർന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് പണിക്കർ സാർ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിന്റെ ഭാഗമായിട്ടാണ്. നിള വറ്റുമ്പോൾ കാർഷിക സംസ്കാരം വറ്റുന്നു. ഈ പുഴയിലെ ഓളവും ഒഴുക്കും നിലയ്ക്കുന്നത് വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിന്റെ സൂക്ഷ്മമായ സൂചനയും മുന്നറിയിപ്പുമാണ്. ഈ പുഴയിൽ പെട്ടെന്ന് വെള്ളം കയറുന്നതും അതുപോലെ തന്നെയാണ്. കടൽ വെള്ളം കയറി വന്ന്, ഉപ്പുവെള്ളം കയറി വന്ന് വേലിയേറ്റ കാലത്ത് പല സ്ഥലത്തും കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാകുന്നു. വിഷു അങ്ങനെ പല ചിന്തകളും നമുക്ക് തരുന്നുണ്ട്. വിഷു കാർഷിക ആഘോഷമാണ്. ഒരുപക്ഷെ പിൽക്കാലത്താണ്, വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലത്ത് വിഷുവിന്റെ കഥയിൽ ഐതിഹ്യങ്ങൾ കടന്നു വന്നു. ശ്രീരാമൻ രാവണനെ വധിച്ച ദിവസമായിട്ട് വിഷു സങ്കല്പിക്കപ്പെട്ടു. നരകാസുരനെ ജയിച്ച മഹാദേവിയുടെ വിജയകഥയായിട്ട് വിഷു വാഴ്ത്തപ്പെട്ടു. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ കളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ എന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായി. വിഷുമായി കാർഷിക സംസ്കൃതിയാണ്. ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാണുന്ന ഒരു ദൃശ്യം, 15ാം നിലയുടെ മുകളിൽ നിന്ന് ഒരു വിഷു പ്രഭാതത്തിൽ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് വരുന്ന കുട്ടി കാണാൻ ഒരു കണിക്കൊന്നയും ആ ആകാശത്തില്ല. മലരും കിളിയും കിളിപ്പാട്ടും കണിയുമില്ലാത്ത കുട്ടികൾ കണി കാണാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാലത്ത് തീർച്ചയായും വൈലോപ്പിള്ളിയുടെ ആശംസ വളരെ പ്രധാനമാണ്. എനിക്ക് എൻ്റെ കുട്ടി അല്ല, കുറച്ച് പഴയ കാലത്ത്, കുട്ടിക്കാലത്ത് ഞാൻ പറയുന്നില്ല, ഒരു യൗവനകാലത്ത് എഴുതിയ എൻ്റെ ഒരു സ്വന്തം കവിതയെ ഓർമ്മ വരുന്നുണ്ട്. ആ കവിത ചൊല്ലിക്കൊണ്ട് ഇന്ന് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഈ പ്രഭാഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ലോക കവിതയുടെ രംഗത്തേക്ക്, അല്ലെങ്കിൽ മലയാള കവിതയെ ലോകപഥത്തിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ സമുന്നതനായ കവി, ചിന്തകൻ ഒക്കെയായ സച്ചിദാനന്ദൻ മാഷ്, അദ്ദേഹം വരാം എന്ന് നമ്മോട് സമ്മതിച്ചിട്ടുണ്ട്. ഇനിയും പലരും വരും. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു,
ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാനാരുമില്ലാത്തോരെന്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ. ഞാനൊരു ശിശുവായി വിഷുക്കൈ നീട്ടം തരാനാരുമില്ലാത്തോരെന്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ. പൂത്തിരി കത്തിക്കാതെ പൊൻകോടി ഉടുക്കാതെ കാത്തിരിക്കുമാ പുലിത്താളം ഞാൻ. വിഷുക്കൈ നീട്ടം തരാനെന്റെ ബാല്യത്തിൻ സംക്രാന്തിയിൽ. പൂത്തിരി കത്തിക്കാതെ പൊൻകോടിയുടു കാത്തിരിക്കുമാറുണ്ട് പുള്ളുവ പുലിത്താളം. കൊറോണ കാലത്ത് ആഘോഷങ്ങളില്ല, പൂത്തിരി കത്തിക്കാൻ സാധിക്കുന്നില്ല, മെത്താപ്പൂ കത്തിക്കാൻ സാധിക്കുന്നില്ല, പടക്കം പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. വിഷുക്കൈ നീട്ടം തരാനും സാധിക്കാതെ പോകുമോ എൻ്റെ ബാല്യകാലത്തിലെ പോലെ എന്നൊരു ആശങ്ക തോന്നുന്നു. ഇല്ല, നാം അതിജീവിക്കും. അതാണ് വിഷുക്കണി, നന്മയുടെ വിഷുക്കണി. സ്വപ്നം എല്ലാവരും പാടത്ത് സ്വർണം പാടത്ത്, ഞാൻ എൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാം കാർഷിക സമൃദ്ധിയുടെ വലിയ പൊന്ന് വിളയിക്കുന്ന വാഗ്ദത്ത ഭൂമികൾ നേടും. നാം ഈ കൊറോണ ഭീഷണിയെയും അതിജീവിക്കും. തീർച്ചയായും ആ പ്രതീക്ഷയോടുകൂടി വിഷുവിൻ്റെ പ്രത്യാശ ഇത് തന്നെയാണ്. നാം അതിജീവിക്കും, നാം പൊൻകണി കാണും, നാം വിതയ്ക്കും, കൊയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അയ്യോ.